പാലക്കാട് കരിമ്പയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം. ഗൂഗിൾ വി എസ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗൂഗിൾ പറയൂ, കുട്ടികൾക്ക് പരിക്കുണ്ടോ? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അതായത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് കരിമ്പയിൽ വച്ച് മറിഞ്ഞാണ് 3 കുട്ടികൾക്ക് പരിക്ക് പറ്റിയെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കുട്ടികളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. കുട്ടികളെ പ്രദേശത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നിയന്ത്രണം തെറ്റിയാകാം ലോറി മറിഞ്ഞതെന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഏതായാലും ലോറി എടുത്ത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഗോകുൽ, ആ ലോറി അപ്പാടെ നശിച്ചു പൊളിഞ്ഞു പോയിട്ടുണ്ടല്ലോ. മുൻഭാഗം മുഴുവൻ പൂർണ്ണമായും നശിക്കുന്ന നിലയിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ലോറി വലതുവശത്തേക്ക് ചെരിഞ്ഞ് മറയുകയായിരുന്നു. ഈ പ്രദേശത്ത് ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത്. ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വലതുഭാഗത്തേക്ക് നീങ്ങുകയും മറയുകയുമായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള പൂർണ്ണമായുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും 3 കുട്ടികൾക്ക് ഇതിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൂഗിൾ വി എസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. റോഡ് സ്ലിപ്പറിയാണ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു അല്പസമയം മുൻപ്. മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് കരിമ്പയിൽ വെച്ച് ഒരുപക്ഷെ നിയന്ത്രണം വിട്ടു പോയതാകാം. അങ്ങനെ മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 പേർക്ക് പരിക്കുണ്ട്. അവരിപ്പോൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാം. അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ നമ്മൾ വിളിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. ഗോകുൽ, ഈ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറുടെ കാര്യമോ? ഡ്രൈവറെയും പ്രദേശത്തുള്ള അടുത്തുള്ള ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡ്രൈവറുടെ പരിക്ക് അത്തരത്തിൽ ഗുരുതരമാണോ എന്നത് സംബന്ധിച്ച് വിവരം ലഭ്യമായിട്ടില്ല. ഇപ്പോൾ ആംബുലൻസുകളിൽ ഞാനൊന്ന് ഇടപെട്ടോട്ടെ.